അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുകയാണ്. റമളാൻ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നമുക്ക് നിർബന്ധമാകുന്ന ഒരു ബാധ്യതയാണ് ഫിത്തുർ സക്കാത്ത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നോമ്പ് ഫിത്തുർ ചെയ്തതിന് ശേഷം നിർബന്ധമാകുന്ന ബാധ്യത. നിർബന്ധമാകുന്നത് റമളാൻ നോമ്പ് അവസാനിച്ചതിന് ശേഷമാണ് എങ്കിലും ഫിത്തുർ സക്കാത്ത് റമളാൻ 1 മുതൽ തന്നെ കൊടുത്തു വീട്ടൽ ജായിസാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സക്കാത്ത് വീടും. അതിന് കുറച്ച് നിബന്ധനകളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഫിത്തുർ സക്കാത്ത് എന്താണ്, അത് ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത്, അതിൻ്റെ നിയമവശങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഫിത്തുർ സക്കാത്തിനെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് സക്കാത്തുൽ ഫിത്രി ലി ഷഹരി റമളാന ക സജദത്തി സഹവി ലി സ്വലാത്തി. നിസ്കാരത്തിൽ സുജൂദ്, സഹുവിൻ്റെ സുജൂദ് എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതുപോലെയാണ് സക്കാത്തുൽ ഫിത്ർ റമളാൻ മാസത്തിന് വേണ്ടി ചെയ്യുന്നത്. അതായത് തജ്ബുറു നഖ്സ സൗമി കമാ യജ്ബുറു സുജൂദു നഖ്സ സ്വലാത്തി. സഹുവിൻ്റെ സുജൂദ് കൊണ്ട് നിസ്കാരത്തിൽ സംഭവിച്ച വീഴ്ചകൾ പരിഹരിക്കുന്നത് പോലെ ഈ ഫിത്തുർ സക്കാത്ത് കൊണ്ട് റമളാനിലെ നോമ്പിൽ സംഭവിച്ച അപാകതകളെ പരിഹരിക്കാൻ സാധിക്കും എന്നുകൂടി എഴുതി ചേർക്കുമ്പോൾ എത്രമേൽ പുണ്യമാണ് ഫിത്തുർ സക്കാത്ത് എന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധമായിരിക്കുന്ന റമളാനിൽ ഒരു മാസക്കാലം പരിപൂർണമായി അള്ളാഹുവിനു വേണ്ടി അന്നപാനീയങ്ങളൊക്കെ വെടിഞ്ഞ് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ, അതിൽപ്പെട്ട ഒരു പാവപ്പെട്ടവനും പെരുന്നാൾ ദിവസം ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല. പെരുന്നാൾ ദിവസത്തിൽ അവന് ഭക്ഷണം ലഭിക്കൽ നിർബന്ധമാണ്. അത് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന നമുക്ക് അവകാശപ്പെട്ടതായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യമാകരുത് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഉള്ളത് കൊണ്ടാണ് ഈ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കപ്പെട്ടത് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തായി കൊടുക്കണമെന്ന് പറയപ്പെട്ടിട്ടുള്ളത് ആ നാട്ടിൽ ഉപയോഗിക്കുന്ന മുഖ്യ ആഹാരമാണ്. ആ നാട്ടിൽ ഉപയോഗപ്പെടുന്ന ആഹാരം നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ അരിയാണ്. അതുപോലെ തന്നെ ഗൾഫ് നാടുകളിൽ ചിലപ്പോൾ അരി ആവാം, ചിലപ്പോൾ ഗോതമ്പാവാം, മാവാകാം, അങ്ങനെ പലതുമാകാം. കാരണം അവിടെ പല വസ്തുക്കളും മുഖ്യാഹാരമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിൽ അനുയോജ്യമായ വീട്, കടം വീട്ടാനാവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ